സർക്കാരുകൾ മാറി മാറി വരുമ്പോഴുള്ള പ്രധാന നടപടികളിൽ ഒന്നാണ് തലങ്ങും വിലങ്ങുമുള്ള ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റങ്ങൾ. രാഷ്ട്രീയ എതിരാളികളെ പറ്റാവുന്നത്ര ദൂരത്തേക്കും ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഭരണമുന്നണി അധികാരത്തിന്റെ വരവറിയിക്കുന്നത്. ഇത്തവണ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ കോൺഗ്രസ് സർവീസ് സംഘടനാ നേതാവിന്റെ കത്തുപ്രകാരം സ്ഥലം മാറ്റം നടന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. പകപുകയുന്ന സ്ഥലം മാറ്റം. ശ്രീജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഭരണമാറ്റം എന്നാൽ കേവലം മന്ത്രിസഭ മാറുക എന്നതല്ല, മറിച്ച് അതുവരെ ഭരണത്തിൻ്റെ നിർണായകമായ തസ്തികയിലിരുന്ന എല്ലാവരെയും മാറ്റുക എന്നതാണ് കേരളത്തിലെ പതിവ്. അധികാരം പിടിച്ചാൽ ആദ്യം ചെയ്യുന്നത് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ള ഉദ്യോഗസ്ഥരെയെല്ലാം വെട്ടിനിരത്തുക എന്നതാണ്. അത് ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുതൽ താഴെ വില്ലേജ് ഓഫീസ് വരെ നടക്കും. ഇത്തവണയും അതിലൊന്നും ഒരു മാറ്റവുമില്ല. മെയ് 18-നാണ് VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. എന്നാൽ NGO അസോസിയേഷൻ നേതാവിൻ്റെ കത്തുപ്രകാരം മെയ് 5-ന് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സ്ഥലമാറ്റം തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നത് മെയ് 4-നാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പണി തുടങ്ങിയെന്നർത്ഥം. ഭരണമാറ്റം വന്നാൽ ഉടൻ തന്നെ ഭരണാനുകൂല സർവീസ് സംഘടനകൾ ഉണരും. അധികാരമൊഴിയുന്ന സർക്കാരിൻ്റെ പിന്തുണയിൽ നിർണായക തസ്തികയിലിരുന്നവരെ തലങ്ങും വിലങ്ങും മാറ്റും. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ് നിങ്ങൾ. ഇതെന്ത് നാടാണിത്? ഇവിടെ എന്തെല്ലാം കോലാഹലം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ബന്ധ നിയമനം നടത്തുകയാണ്. മെയ് 5 മുതൽ 33 വകുപ്പുകളിലായി 1772 ജീവനക്കാരാണ് സ്ഥലം മാറ്റപ്പെട്ടത്. 262 ഉത്തരവുകളോടെ നടന്ന ഈ സ്ഥലമാറ്റങ്ങൾ ഭൂരിപക്ഷത്തിനും മാനദണ്ഡമായത് ഭരണസൗകര്യമോ സ്ഥലമാറ്റ ചട്ടങ്ങളോ അല്ല, മറിച്ച് രാഷ്ട്രീയ എതിർപ്പ് മാത്രം. സ്ഥലം മാറ്റപ്പെട്ടവരിൽ 38 ക്ലാസ് 4 ജീവനക്കാരുമുണ്ട്. ക്ലാസ് 4 ജീവനക്കാരെ സ്വന്തം അപേക്ഷയില്ലാതെ സ്ഥലം മാറ്റരുതെന്നാണ് ചട്ടം. സ്ഥലം മാറ്റത്തിന് പണപ്പിരിവും വ്യാപകമാണ്. തൃശൂരിൽ ഭരണാനുകൂല നേതാവ് പണപ്പിരിവിന്റെ പേരിൽ ഇപ്പോൾ ആരോപണ മുനയിലാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ വഴിയാധാരമായി തെക്കും വടക്കും അടിച്ച് ബന്ധുക്കൾക്ക് നേരെ മന്ത്രി ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അടക്കം ബന്ധു നിയമനം നടക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. UDF ഭരണകാലത്തെ കാര്യമാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ 2016-ൽ LDF ഭരണത്തിലേക്ക് വന്നപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇത്തരം സ്ഥലമാറ്റങ്ങൾ നിർബാധം നടന്നിരുന്നു. കൊല്ലത്തുള്ള റവന്യൂ ഉദ്യോഗസ്ഥനെ കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തിയിലുള്ള വില്ലേജ് ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. മുംബൈ കേരള ഹൗസിലേക്കും ഡൽഹി കേരള ഹൗസിലേക്കുമെല്ലാം ഉദ്യോഗസ്ഥരെ മാറ്റിയിരുന്നു. റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം ആയത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർക്കും ഭരണം കിട്ടിയതിന്റെ പേരിൽ സ്ഥലം മാറ്റം നടത്തുന്നവർക്കും വിമർശിക്കാൻ ധാർമ്മികമായി അവകാശമില്ല. ഭരണമാറ്റത്തെ രാഷ്ട്രീയ വൈരനിര്യാതനത്തിന് ഉപയോഗിക്കുക എന്നത് ശീലമാക്കിയവർ ഇപ്പോൾ ഇരകളാണെങ്കിൽ ഇന്നലകളിൽ വേട്ടക്കാരായിരുന്നു എന്നതാണ് ചരിത്രം. അധികാരത്തിൽ വരുമ്പോഴുള്ള ഈ സ്ഥലം മാറ്റങ്ങളെല്ലാം ഭരണം മെച്ചപ്പെടുത്താനാണെന്ന് മാത്രം ആരും വിചാരിക്കരുത്. രാഷ്ട്രീയ എതിരാളികളെ തലങ്ങും വിലങ്ങും ഓടിക്കുമ്പോഴുള്ള ആ മനസ്സുഖമുണ്ടല്ലോ, അതിലാണ് തൃപ്തി. കഴിഞ്ഞ ദിവസം ഇടത് അനുകൂല പോലീസ് അസോസിയേഷൻ നേതാവിനെ വയനാട്ടിലേക്ക് മാറ്റിയിരുന്നു. എന്തുകൊണ്ടാണ് വയനാടെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം രസകരമായിരുന്നു. ഒറ്റ ബസ്സിലോ ഒറ്റ ട്രെയിനിലോ കയറി എത്താവുന്ന സ്ഥലമല്ലല്ലോ വയനാട്, അതായിരുന്നു മറുപടി. അധികാരത്തിലിരുന്നപ്പോൾ സ്ഥലം മാറ്റപ്പെട്ട ആളും അത്ര മോശക്കാരനായിരുന്നില്ല. മനസ്സുഖം അതല്ലേ എല്ലാം. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.